എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു കൊലപാതകയുടെ പശ്ചാത്തലം. അതെ, 40 വർഷം മുമ്പ് 2 പേരെ കൊല ചെയ്ത ഒരു കുറ്റവാളി അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തന്റെ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. അതെ, അയാൾ ഇന്നൊരു പശ്ചാത്തപിക്കുന്ന പാപിയാണ്. തന്റെ കുറ്റങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷ തനിക്ക് ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എന്ത് ശിക്ഷയും സന്തോഷത്തോടെ അയാൾ സ്വീകരിക്കും. കാരണം ഉറങ്ങിയിട്ട് വർഷങ്ങളായി, മനസമാധാനമില്ല, പ്രശ്നങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇനിയും ഇത് മറച്ചു വെക്കാൻ അയാൾക്കാവില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൺഫെഷൻ ഓഫ് മർഡർ ഒരു കൊറിയൻ ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളത്. കൺഫെഷൻ ഓഫ് മർഡർ 2012 റിലീസായ ഈ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമ ചർച്ച ചെയ്തു പോകുന്നത് ഒരു സീരിയൽ കില്ലറുടെ കഥയാണ്. ആ സീരിയൽ കില്ലറിനെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരൻ്റെ കഥ. കഥയുടെ തുടക്കത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റവാളിയായ ആ ക്രിമിനലിനെ ഫോളോ ചെയ്യുന്നു, പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. ഒരുപാട് കൊലകൾ ചെയ്ത് അവസാന ഘട്ടത്തിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാൾ പോലീസുകാരനെ പരിക്കേൽപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടും. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം ആ കൊലയാളി തന്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കുകയാണ്. ഞാനാണ് ആ കൊലയാളി എന്നുള്ള കാര്യം അയാൾ വെളിപ്പെടുത്തുകയാണ്. ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഇയാൾ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്നുള്ള അന്വേഷണവും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കൂ. ഇത് ഒരു നല്ലൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇവിടെയും ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊലയാളി മുഹമ്മദ് അലി അദ്ദേഹം തന്റെ 14ാമത്തെ വയസ്സിൽ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത പരിസരത്തൊന്നും ആരുമില്ല. ആ സമയത്ത് ഒരു യുവാവ് അതുവഴി കടന്നു വരികയും ഇദ്ദേഹത്തോട് തെറ്റായ രീതിയിൽ പെരുമാറുകയും ചെയ്തു. എന്നാൽ ഒരു 2-3 ദിവസത്തിന് ശേഷം ഇയാളെ മുഹമ്മദ് അലി വീണ്ടും കണ്ടുമുട്ടുകയാണ് ഒരു തോടിനരികിൽ വെച്ചിട്ട്. അപ്പൊ ആ തോടിനരികിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അയാളെ ചവിട്ടി ആ തോട്ടിലേക്ക് ഇടുകയാണ്. ഒന്നല്ല രണ്ടല്ല 2-3 തവണ പലതവണയായിട്ട് ചവിട്ടി അയാളെ ബോധരഹിതനായി മാറി. മുഹമ്മദ് അലി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് അലി കാര്യം അറിയുന്നത്. താൻ മർദ്ദിച്ച ആ വ്യക്തി മരണപ്പെട്ടു. ഇതിനുശേഷം പേടിച്ച മുഹമ്മദ് അലി വയനാട്ടിലേക്ക് നാട് വിട്ടു പോവുകയാണ്. ആദ്യം വയനാട്ടിൽ പോയി, പിന്നെ കോഴിക്കോട്, പാളയത്ത്, അങ്ങനെ പല സ്ഥലങ്ങളുമായി അയാൾ ജോലി ചെയ്തു. വെറും 14 വയസ്സിലാണ് 14-15 വയസ്സിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി മാറി അയാൾ യാത്ര അലഞ്ഞു തിരിഞ്ഞു. ഇതിനിടക്കാണ് കഞ്ചാബു ബാബു എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്, സുഹൃത്താകുന്നത്. എന്നാൽ ഈ കഞ്ചാബു ബാബു ഒരിക്കൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, എൻ്റെ പണം മറ്റൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി, അതെനിക്ക് തിരികെ വേണം, ഇന്ന് അയാൾ ഇന്ന സ്ഥലത്തുണ്ട്, നമുക്ക് പോയിട്ട് അത് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ചാബ് ബാബുവിൻ്റെ കൂടെ മുഹമ്മദ് അലി പോവുകയാണ്. വീണ്ടും അറിയാതെ ഒരു കൊല ചെയ്യേണ്ടി വരികയാണ് ഈ മുഹമ്മദ് അലിക്ക്. കഞ്ചാബ് ബാബുവും അയാൾക്ക് പണം കൊടുക്കാനുള്ള വ്യക്തിയും തമ്മിൽ പിന്നീട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുന്നു. ഒടുക്കം അത് വലിയൊരു മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ കഞ്ചാബ് ബാബു ഇയാളെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മുഹമ്മദ് അലിയോട് കഞ്ചാബ് ബാബു ഇയാളുടെ കാല് പിടിച്ചു വെക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഒടുക്കം അയാളിൽ നിന്ന് ലഭിച്ച പണം 2 പേരും കൂടെ പങ്കിട്ടെടുത്തു. വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്യാണ് നമ്മുടെ മുഹമ്മദ് അലി പിന്നീട് പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. ഒടുക്കം ഇതിനിടയിൽ ഒരു വിവാഹവും ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്ത് കുട്ടികളൊക്കെയായി, 1-2 കുട്ടികളൊക്കെയായി. അങ്ങനെ വർഷങ്ങൾ പോകുന്നതിനിടയ്ക്ക് തൻ്റെ മകൻ, 9 വയസ്സുള്ള മകൻ ആക്സിഡന്റിൽ മരിക്കുകയാണ്. അപ്പോൾ മുതൽ തന്നെ വല്ലാത്ത മാനസികമായ പ്രയാസങ്ങൾ മുഹമ്മദ് അലി അനുഭവിക്കുന്നുണ്ട്. അയാൾക്ക് ഉറക്കമില്ല. മുന്നോട്ട് എങ്ങനെ പോകും? പലരോടും അയാൾ സത്യം തുറന്നു പറഞ്ഞു, പക്ഷെ ആരും ഇത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ മുഹമ്മദ് അലി എന്ന് പറയുന്നത് നാട്ടിലെ ഏറ്റവും സാധുവായ ഒരു മനുഷ്യനാണ്. ആരോടും ഒരു തരത്തിലും മോശമായി പെരുമാറാത്ത വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരാൾ എങ്ങനെ ഒരു കൊല ചെയ്യും, അല്ലെങ്കിൽ 1-2 കൊലകളിൽ എങ്ങനെ സംബന്ധപ്പെടും എന്ന് ആളുകൾ ആശ്ചര്യപ്പെട്ടു. ദുരിതങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും മറ്റൊരു മകന് സമാനമായ ആക്സിഡന്റ് സംഭവിക്കുന്നു. അതിനുപരി തൻ്റെ ആദ്യ ഭാര്യ മറ്റൊരു ആളോടൊപ്പം ഒളിച്ചോടി പോകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുന്നു. പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം പുതിയൊരു വിവാഹം കഴിക്കുകയാണ്, പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. എന്നാലും പ്രശ്നങ്ങളൊന്നും ഒഴിയുന്നില്ല. അദ്ദേഹത്തിന് മാനസികമായ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കൊലപാതക കുറ്റം താൻ ചെയ്തു എന്ന് ഏറ്റുപറയണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ എത്തുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം മുഹമ്മദ് അലി മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ അയാൾ പറയുന്നതൊന്ന്
കാര്യമായി എടുത്തില്ല. കാരണം ഒരാൾ മദ്യലഹരിയിലാണല്ലോ വന്ന് പറയുന്നത്. ഈ മദ്യത്തിന്റെ കെട്ടിറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ മാറും. പക്ഷെ പിറ്റേ ദിവസം മുഹമ്മദ് അലി ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോഴാണ് പോലീസുകാർക്ക് ഇതിന് ഗൗരവമായി കാണണം എന്ന് തോന്നിയത്. അങ്ങനെ പോലീസുകാർ അന്വേഷണം തുടങ്ങി. തുടർന്ന് വേങ്ങര പോലീസ് തിരുവമ്പാടി പോലീസുകാർക്ക് അന്വേഷണം കൈമാറി. അങ്ങനെ അന്വേഷണം നീണ്ടുപോയി. ഒടുവിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തി കൂടരഞ്ഞിയിൽ വെച്ച് 1986 മുഹമ്മദ് അലി തന്റെ ആദ്യ കൊലപാതകം നടത്തിയത്. മനഃപൂർവ്വമായിരുന്നില്ല, എന്നാൽ പോലും അതൊരു തെറ്റ് തന്നെയാണ്. ആ കൊലപാതകം അന്ന് കൊല ചെയ്യപ്പെട്ട വ്യക്തി ഇരിട്ടി സ്വദേശിയായ മോഹനൻ എന്ന വ്യക്തിയാണ് കൂടരഞ്ഞിയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടത്. 1986 തന്റെ 14ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഒരു കൊലപാതകം കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് മനഃപൂർവ്വമല്ലായിരുന്നു, എന്നാൽ പോലും അത് തെറ്റ് തന്നെയാണ്. മോഹനൻ എന്നാണ് ആ കൊല്ലപ്പെട്ട ആളുടെ വ്യക്തി. ആ മരിക്കുന്ന സമയത്ത് അയാൾക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഇരിട്ടി സ്വദേശിയാണ്, ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത്. രണ്ടാമത് കൊല ചെയ്യപ്പെട്ട വ്യക്തി ആരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ വ്യക്തിയെ കണ്ടെത്താനായാലും താൻ പറഞ്ഞത് സത്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നാണ് മുഹമ്മദ് അലി പറഞ്ഞത്. കാരണം ഇത്രയും കാലം ഇത് ഉള്ളിലൊതുക്കി വീർപ്പുമുട്ടി കൊണ്ടിരിക്കുകയാണ്. തെറ്റ് എന്താണെന്ന് അറിയാൻ പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നത്. 14 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും തെറ്റ് തന്നെയാണ്. ഇത്രയും കാലം അത് മറച്ചു വെച്ചു. പക്ഷെ അതിന് മാനസികമായിട്ടും അല്ലാതെ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഇനിയും അത് താങ്ങാനാവില്ല. എന്ത് ശിക്ഷ വന്നാലും, മരണശിക്ഷ വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്തായാലും തന്റെ കുട്ടികളൊക്കെ വളർന്നു, അവരൊരു സ്വന്തമായി നിൽക്കാനുള്ള ഒരു പ്രാപ്തിയൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് ജയിലിൽ പോയാലും പ്രശ്നമില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന് ശിക്ഷ ലഭിക്കണം, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങണം എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ കൺഫെഷൻ ആ ഒരു വീഡിയോയിലേക്ക് കൂടെ പോയിട്ട് വരാം. ജോർജ് സാറിനും പിന്നെ അതേപോലെ ഉജേഷ് സാറിനോടാണ്, അവരോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. അവരൊരുപാട് കഷ്ടപ്പെട്ടു. ഈ കുറ്റബോധം തോന്നിയതുകൊണ്ടാണല്ലേ ഇത് പോയി പറയാമെന്ന് കരുതി? അതെ, കുറ്റബോധം തോന്നിയതുകൊണ്ടാണ്. കാരണം അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതല്ലേ. ഈ വേങ്ങര സ്റ്റേഷനിലാണ് ആദ്യം പോയി പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദ്യപാനം കൊണ്ട് എന്നെ സമുദ്രം തെറ്റി പറഞ്ഞതായിരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം പിറ്റേന്ന് രാവിലെ അതേപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം കൂടി. അങ്ങനെ ഞാൻ പറഞ്ഞു, ആ വന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ഇവിടുന്ന് വേങ്ങര പോലീസുകാർ പോയിരുന്നത്. അവിടെ വന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞും അവിടുത്തെ നാട്ടുകാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി. ഇതുങ്ങളോട് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും വിശ്വസിച്ചില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആരോടൊന്നും പോകില്ല, വഴക്കിനും പാടത്തിനൊന്നും പോകാതെ നല്ല രീതിയിൽ അങ്ങനെ ജീവിക്കാം. അപ്പം എന്നോട് പറയാം, നിങ്ങളത് വെറുതെ പറയാണ്, തമാശ പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള 2 സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരോടൊക്കെ പറഞ്ഞില്ലേ പോലീസിനോട് പറയാൻ പോകാന്ന് പറഞ്ഞോ? ഇല്ല, ആരോടും പറഞ്ഞില്ല. പെട്ടെന്നൊരു തോന്നല് അങ്ങനെ പോയതാ. ഉറക്കം തന്നെ ഇല്ല, പിന്നെ പേടി, മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. തുറന്നു പറഞ്ഞതിന് ശേഷമോ? ഇപ്പോൾ വളരെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് മക്കളോട്, കുടുംബത്തോടൊക്കെ. 40 വർഷത്തോളമായി. ഇനി ചിലപ്പോൾ ഇത് അറിയാണ്ട് തന്നെ കടന്നു പോയേനെ. പക്ഷെ താങ്കൾ ചെയ്ത ഈ കാര്യം അത് തെറ്റായി പോയെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, തെറ്റായി പോകുന്നു ഒരിക്കലും തോന്നുന്നില്ല. മറ്റുള്ളവർക്കെങ്കിലും ഇതൊരു പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നു. അന്ന് ചെറുതല്ല, 16 വയസ്സുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അതിൽ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു വഴിയുണ്ട്. 8-10 ഏക്കറോളം സ്ഥലത്ത് എൻ്റെ പരിസരത്തൊന്നും ഒരു വീടുമില്ല. ഞാൻ വരുന്ന സമയത്ത് ഇയാളെ ഉപദ്രവിച്ചു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു തോടാണ്, ഒരാൾക്ക് കഷ്ടി ഇറങ്ങിയിരിക്കാൻ പറ്റിയ തോടാണ്. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി. അപ്പോൾ ഇയാൾ കവന്ന് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് 2 വട്ടം ചവിട്ടി. ഞാൻ അനക്കമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അങ്ങാടിക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ തോട്ടിൽ ഒരു ബോഡി കിടപ്പുണ്ട്, അത് ചീഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഒന്ന് കിടന്നത്. പക്ഷേ ആരൊന്നും എന്നെ സംശയിച്ചിട്ടില്ല. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് അവിടെ പോവുകയും ചെയ്തു. വയനാട്ടിലേക്കാണ് ആദ്യം പോയത്, പിന്നെ തിരിച്ച് കോഴിക്കോട് വന്നു. അറിയാതെ പറ്റിയൊരു തെറ്റ്, അതിന് ജീവിതകാലം മുഴുവനും പോലീസിന് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ആ തെറ്റ് തന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇതാണ് പറയുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നിയമത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പല മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ നിന്ന് അത് പറ്റില്ല. എന്തു തന്നെ ആയാലും കുറ്റം തെളിയിക്കപ്പെടട്ടെ. മുഹമ്മദ് അലിക്ക് താൻ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ശിക്ഷാ ജീവിതം, എന്നുള്ള കാലം ശിക്ഷാ ജീവിതം എന്ന് വെച്ചാൽ അയാൾക്കുള്ള ഒരു പശ്ചാത്താപമാണ്, അയാൾക്കുള്ള ഒരു ശാപമോക്ഷമാണ്. അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അത് അയാൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഒരു കൊലപാതകിയുടെ പശ്ചാത്തലം. അതെ, 40 വർഷം മുമ്പ് 2 പേരെ കൊല ചെയ്ത ഒരു